Hello guys, welcome back our YouTube channel. This is Krishna Priya. നമുക്ക് എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ ആകുന്ന കാര്യമാണ് നമ്മളുടെ ഏജ് കൂടിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നമ്മുടെ ഏജിനെ കുറച്ചുകൂടി കുറച്ച് കാണിക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യമുണ്ടോ, എന്തെങ്കിലും ചെയ്താൽ നമ്മൾക്ക് നമ്മുടെ ഏജിനെ കുറച്ച് സ്ലോ ആക്കാൻ അല്ലെങ്കിൽ ഏജിങ് പ്രോസസ്സിനെ കുറച്ച് സ്ലോ ആക്കാൻ നമുക്ക് സാധിക്കും എന്നൊക്കെയുള്ളത് എല്ലാവരുടെയും ഡൗട്ട് കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമുക്ക് ആർക്കും തന്നെ നമുക്ക് അത്ര പ്രായമായി നമ്മുടെ സ്കിന്നിനകത്ത് ഈ ചുക്കിച്ചുളിവുകളൊക്കെ വന്ന് എല്ലാവരെയും സംബന്ധിച്ചും കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നെ നമ്മൾ ഓരോ പ്രായത്തിൻ്റെതായിട്ടുള്ള ചേഞ്ചസ് നമുക്ക് വന്നുകൊണ്ടേ ഇരിക്കും എന്നുള്ള കാര്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകും ഇല്ലേ. എങ്കിലും നമ്മളെ കൊണ്ട് ഒരു പരിധി വരെയൊക്കെ നമ്മുടെ ഏജിങ് പ്രോസസ്സിനെ സ്ലോ ആക്കാൻ പറ്റും. ഏജിങ് പ്രോസസ്സ് എപ്പോഴും രണ്ട് ടൈപ്പാണ് പറയുന്നത്, രണ്ട് തരത്തിലാണ് ഏജിങ് പ്രോസസ്സിന് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മളുടെ ക്രോണോളജിക്കൽ ഏജിങ് എന്ന് പറയും. ക്രോണോളജിക്കൽ ഏജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര വയസ്സാണോ ഉള്ളത് സെയിം അതേ വയസ്സ് തന്നെ അതേ പ്രായം തന്നെ നമുക്ക് തോന്നിപ്പിക്കും. നമ്മളുടെ ബോഡി കണ്ടാലും നമ്മളുടെ ആ ഒരു സ്കിൻ കണ്ടു കഴിഞ്ഞാലും നമുക്കിപ്പം അതേ പ്രായം തന്നെയാണ് തോന്നിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ക്രോണോളജിക്കൽ ഏജിങ് എന്നാണ് പറയുന്നത്. സെക്കൻഡ് വൺ ബയോളജിക്കൽ ഏജിങ് എന്ന് പറയും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഓൾറെഡി നമുക്ക് ചിലപ്പോൾ 50 ആയിരിക്കും ഉള്ളത്. 50 ഏജ് ഉള്ള ഒരാളെ കണ്ടാൽ ചിലപ്പോൾ ഒരു 30 ഏജ് ആയിട്ടൊക്കെ തോന്നുകയുള്ളൂ. അപ്പൊ അങ്ങനെ പറയുന്ന ആൾക്കാരെ നമ്മൾ ബയോളജിക്കൽ ഏജ് ആയിട്ട് പറയും. അത് മാത്രമല്ല ചിലപ്പം ഈ പറയുന്ന 30 വയസ്സുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ 50 വയസ്സായിട്ടും തോന്നിക്കും. അപ്പം വ്യത്യസ്തമായിട്ട് തോന്നിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ബയോളജിക്കൽ ഏജിങ് ആയിട്ടാണ് ആ ഒരു കാറ്റഗറിയിലാണ് പറയുന്നത്. സോ എങ്ങനെയാണെങ്കിലും നമുക്ക് ബെറ്റർ ആയിട്ടുള്ളത് നമ്മളുടെ കുറച്ചുകൂടി ഏജ് കുറവായിട്ട് തോന്നിക്കുന്നു എന്ന് പറയുന്നതാണ് കുറച്ച് നല്ല സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് അല്ലേ. കുറച്ചുകൂടി നമ്മളുടെ ആരോഗ്യമുള്ള സ്കിന്നാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. കുറച്ച് ഏജ്ഡ് ആയിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ സ്കിന്നിന് എന്തൊക്കെയോ എവിടേക്കോ ഒരു ചെറിയ ചെറിയ കുഴപ്പങ്ങളുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. കാരണം ഓൾറെഡി നമ്മുടെ ഒരു ഏജ് ഇപ്പം 30 എന്നുണ്ടെങ്കിൽ നമുക്കൊരു 50 വയസ്സൊക്കെ തോന്നിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾക്ക് സ്ട്രെസ് ഉണ്ടായിരിക്കും. നമ്മൾ എന്താ പറയുക, ഒരു ഡിപ്രഷനിലൂടെ ഒക്കെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കും. അതല്ലെങ്കിൽ നമ്മൾ ഡയബറ്റിക്സ് ആയിരിക്കും. അതും അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന എന്തെങ്കിലും ഒരു നല്ല രീതിയിലുള്ള എന്തെങ്കിലും ഒരു രോഗത്തിന് മെഡിസിൻസ് എടുക്കുന്ന ആൾക്കാരായിരിക്കും. അതിൻ്റെതായിട്ടും നമുക്ക് ചിലപ്പോൾ നമ്മളുടെ ആ ഒരു ഏജ് നമ്മളുടെ ആ ഒരു സ്കിന്നിന് കുറച്ച് ഏജ്ഡ് ആയിട്ട് തോന്നാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മുടെ ഏജ് കുറച്ച് സ്ലോ ആക്കാൻ, നമ്മുടെ ആ ഒരു ഏജിങ് പ്രോസസ്സിനെ കുറച്ച് സ്ലോ ആക്കാൻ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്, കുറച്ച് ടിപ്സ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന കാര്യം തന്നെ ആയിരിക്കും. അപ്പോൾ എന്താണത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് വഴി നമുക്ക് പെട്ടെന്ന് ഏജ് ആകാൻ ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പം ആ ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കുക. അത് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യുക തന്നെ ചെയ്യുക. അതിൽ ഫസ്റ്റ് വണ് കഫീൻ അടങ്ങിയ ഐറ്റംസ് ആണ്. നമ്മൾ ഈ പറയുന്ന ഡെയിലി കുടിച്ചുകൊണ്ടിരിക്കുന്ന കോഫി, ചായ, ഇതൊക്കെ ചില ആൾക്കാർ രാവിലെയും വൈകിട്ടും ഓരോന്ന് വീതം കുടിക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ 24 hours എന്തെങ്കിലുമൊക്കെ കാര്യം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ പുറത്തു പോവുക, ചായ കുടിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ചായ ഇട്ട് കുടിക്കുക. ഇതൊക്കെ നമ്മുടെ ഏജിങ് പ്രോസസ്സിനെ എന്താ പറയുന്നത് കൂട്ടുന്ന കാര്യങ്ങളാണ്. കുറച്ചുകൂടി നമ്മളുടെ ഏജ് എന്താ പറയുക സ്കിന്നിന് കുറച്ചുകൂടി ഏജ് തോന്നിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ കഫീൻ അടങ്ങിയ കാര്യങ്ങൾ അമിതമായിട്ട് കഴിക്കുക എന്ന് പറയുന്നത്. ഡെയിലി ഒരു ചായയൊക്കെ കുടിച്ചു എന്ന് പറഞ്ഞിട്ട് യാതൊരു കുഴപ്പവും വരില്ല. എങ്കിലും നമ്മൾ അമിതമായിട്ട് ഇതിൻ്റെ പുറകെ പോകാതിരിക്കുക. കാരണം ഈ പറയുന്ന ഒരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എന്താ പറയുക അഡിക്ഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു എല്ലാ ദിവസവും ചായ കുടിക്കണം, അത് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് നമ്മൾ നമ്മുടെ ഒരു ഡെയിലി ലൈഫിൽ ഒരു റൊട്ടീനായിട്ട് വരുത്തി തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം അത് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് പോകും. നമുക്കത് ഭയങ്കര രീതിയിലൊരു അഡിക്ഷൻ കൊണ്ടുവരും. അപ്പം നമ്മൾ ഒരു ദിവസം ഇപ്പോൾ ചായ മിസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തലവേദന വരുന്നത് പോലെ. കാരണം ഞാനത് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. ഒരു 3-4 years ബാക്ക് എൻ്റെ ഒരു ഡെലിവറിക്ക് മുമ്പ് വരെയൊക്കെ എന്താ പറയുന്നത് ഞാൻ ചായക്ക് ഒരു അഡിക്ഷൻ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് തന്നെ മനസ്സിലായി ഞാൻ എന്നെ കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മറ്റാരും കാണില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അതെനിക്ക് കുറച്ച് ടഫായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും ആ ഒരു ടിപ്പ് പറഞ്ഞു തരുന്നത്. കാരണം നമ്മൾ കുറച്ചായിട്ട് ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ
ലാസ്റ്റിൽ നമുക്ക് ഒട്ടും ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് നമ്മൾ പോകും. അതേപോലെ തന്നെ നമ്മൾ ഒഴിവാക്കേണ്ട കുറച്ച് ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോഡ, ആൽക്കഹോള്, അതേപോലെ തന്നെ സ്മോക്കിങ് നിർത്തണം. അതുപോലെ തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ട മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് ഷുഗർ അടങ്ങിയ ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഷുഗർ കണ്ടന്റ് ഉള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുന്നത് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിന് തുല്യമാണെന്ന് പറയും. മധുരം അമിതമായിട്ട് കഴിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരിക്കും അവർ മുന്നോട്ട് പോകുന്നത്. നമുക്ക് ഈ മധുരം കഴിക്കുന്ന സമയത്ത് നമുക്ക് ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണ് അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഡോപ്പമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കഴിച്ചത് എത്രയാണോ ആ ഒരു അളവിലും കൂടുതൽ കിട്ടിക്കൊണ്ടേയിരിക്കണം. അപ്പൊ നമ്മളിപ്പോൾ ചെറിയൊരു പീസ് ചോക്ലേറ്റ് കഴിച്ചു എന്ന് പറഞ്ഞാലും അതിൽ നമ്മൾക്ക് ഒരിക്കലും തൃപ്തി വരത്തില്ല. വീണ്ടും വീണ്ടും കഴിക്കണം എന്നുള്ളൊരു ടെൻഡൻസി അവിടെ ഉണ്ടാവുകയും അതിൽ നമുക്കൊരു ചെറിയൊരു സന്തോഷം ഫീൽ ചെയ്യും. നമുക്ക് ഈ ഒരു ഡോപ്പമിൻ ഉണ്ടാകുന്ന ടൈമിൽ നമ്മൾ കുറച്ചൊരു സന്തോഷമുള്ള ഇതുപോലെ നമുക്ക് ഫീൽ ആകും. നമുക്കൊരു ഹാപ്പി ഹോർമോണും കൂടി അവിടെ ഉണ്ടാകുന്നത് പോലെ നമുക്ക് തോന്നും. പക്ഷേ ഇത് നമുക്കൊരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് ഈ ഒരു ഹോർമോൺ കൊണ്ടുപോകും. കാരണം നമുക്ക് വീണ്ടും അത് കഴിക്കണം, നമുക്ക് മധുരം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കഴിച്ചേ പറ്റൂ എന്നുള്ള. അതുകൊണ്ടാണ് ഈ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ഈ ഷുഗർ കണ്ടു കഴിഞ്ഞാൽ അവരെല്ലാം മറന്ന് ലഡു ഒക്കെ കഴിക്കുന്നതൊക്കെ നമ്മൾ കാണാറില്ലേ. ലഡു, ചോക്ലേറ്റ്, ഇതൊക്കെ അവരെ സംബന്ധിച്ച് അവർക്ക് കാണുമ്പോൾ കഴിക്കാൻ കൊതിയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. കാരണം ഷുഗർ കണ്ടന്റ് അടങ്ങിയ ഏതൊരു ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിച്ചാലും നമ്മളുടെ ബ്ലഡിലും ഈ പറയുന്നത് പോലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുകയും അതുവഴി നമുക്ക് ഈ പറയുന്ന ഡയബറ്റിക് വരാനുള്ള ഒരു കാരണമാകും. അതുപോലെ തന്നെ ഈ മധുരമൊക്കെ അധികമായിട്ട് കഴിക്കുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ഏജ്ഡ് ആയിട്ടും തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് ഷുഗർ മസ്റ്റായിട്ട് ഒഴിവാക്കണം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ഏജിങ് പ്രോസസ്സിനെ സ്ലോ ആക്കാൻ നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അത് നമ്മളുടെ ഹൃദയത്തിന്റെ ആ ഒരു ആരോഗ്യത്തെ സംരക്ഷിക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ബെറ്റർ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. നമുക്ക് കുറച്ച് എന്താ പറയുക, സ്കിന്ന് കുറച്ച് ബ്രൈറ്റൻ ആക്കാനും ഈ പറയുന്ന സിട്രസ് ഫ്രൂട്ട്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഈ സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വൈറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സ് ആണ് കൂടുതലുള്ളത്. നമ്മളുടെ നെല്ലിക്ക, അതേപോലെ തന്നെ എന്താ പറയുക ഓറഞ്ച്, നാരങ്ങ, പിന്നെ സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാരറ്റ്, ബീട്രൂട്ട്, പിന്നെ എന്താ പറയുക നമ്മളുടെ പൊമോഗ്രാനൈറ്റ്, ഇതെല്ലാം കഴിക്കുന്നത് നമുക്ക് നല്ല രീതിയിൽ ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെ നട്ട്സ് ആൻഡ് ബെറീസ്, ഈ പറയുന്ന ബ്ലാക്ക് ബെറി, ബ്ലൂബെറി, ഇതൊക്കെ നമ്മൾ കഴിക്കുന്നതിലൂടെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിനെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഏജിങ് പ്രോസസ്സിനെ സ്ലോ ആക്കാനും സാധിക്കുന്ന ഫുഡ് ഐറ്റംസ് ആണ്. നമ്മൾ ഈ ബെറീസ് കഴിക്കുന്ന കാര്യം പറയുമ്പോൾ നമ്മൾ ഈ ക്രാങ്ക്ബെറി കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഗേൾസിനെ സംബന്ധിച്ച് ഒരുപാട് ബെനിഫിറ്റ് ആണ് അതിനകത്തിൽ നിന്നുണ്ടാകുന്നത്. ക്രാങ്ക്ബെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് UTI ഒക്കെ പൂർണ്ണമായിട്ട് നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കുന്ന ഒരു ഐറ്റമാണ് ക്രാങ്ക്ബെറി എന്ന് പറയുന്നത്. നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ് ക്രാങ്ക്ബെറി. അപ്പൊ അത് നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ UTI ഒക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ നല്ല രീതിയിൽ അത് റിലീഫ് കിട്ടും. അതിലൂടെ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ഡെവലപ്പ് ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് നമ്മുടെ ഈ ഒരു ഡയറ്റിനകത്തിൽ ഈ ഫുഡ് ഐറ്റംസ് കഴിക്കുന്നത് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഇത് ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. സോ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാകും ഉറപ്പായിട്ടും. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്.